ഈ അവൽ സുബൈക്ക് ബാഗ് കൊടുത്ത് ഞാനിവിടെ കഴിയുന്ന നിങ്ങൾക്കറിയോ? ഇന്ന് നിങ്ങൾ കേട്ടോളി, ഞമ്മള് പോണത് കോട്ടയത്തേക്കാണ്. വെറുതെ ഇരിക്കുമ്പോ ഒരു തരിപ്പിന്റെ പുറത്ത് പോകുന്നതല്ല കോട്ടയത്തേക്ക്. ഇന്ന് ഞങ്ങൾ കേട്ടോളി, ഞമ്മളൊരു ജോബിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുകയാണ്. അങ്ങനെ തട്ടലും മുട്ടലും ഇല്ലാതെ ഞമ്മള് നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നോണ്ടാണ് ഗൈസ് എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ കുഞ്ഞച്ചന്റെ കോട്ടയം ഞമ്മളെ ചാമ്പിക. എന്താണ് സംഭവം എന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു. യൂട്യൂബിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. സംഭവം എനിക്കൊരു ജോബ് വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചെത്തിയതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്നോട് പറഞ്ഞ ജോബും ഇവിടെ ഉള്ള ജോബും രണ്ടും രണ്ടാണ്. മാസമില്ല. ഇതിപ്പോ ഞമ്മക്ക് ആദ്യമായിട്ട് പറ്റലല്ലാത്തോണ്ട് ഞമ്മക്ക് ഇത് വലിയ പുത്തിരി. ഈ നടക്കണവനാണ് ഇന്റെ മെയിൻ. എന്താ ഇവിടുത്തെ പരിപാടി നിങ്ങൾക്ക് കേൾക്കണം. ഞമ്മക്ക് കുറച്ച് ആയുർവേദ തൈലും കുറച്ച് പെനോയിലും കുറച്ച് ഈച്ചനടിച്ചാലും മരുന്നും കുറച്ച് മൂട്ടനടിച്ചാലും മരുന്നും ഒക്കെ പാടെ ഞമ്മക്ക് ഇങ്ങോട്ട് തരികയാണ്. എന്നിട്ട് അത് നമ്മൾ കൊണ്ട് നടന്ന് വിൽക്കുക. എന്നിട്ട് അതിന്ന് കിട്ടണതാണ് ഞമ്മളെ വരുമാനം. പിന്നെ മാസമായില്ലേ, ഏതായാലും വന്ന് വിട്ടുന്ന പിന്നെ ഞമ്മക്കൊന്ന് നോക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പൊരുവലത്ത് ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ നമ്മൾ 2 ദിവസം നടന്ന് കാൽമുട്ടിന്റെ ചേരറ്റ തെയ്യാന്നല്ലാതെ പ്രത്യേകിച്ച് മെച്ചൊന്നും ഇതിന്ന് എനിക്ക് കിട്ടണില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കുറെ പട്ടി ആട്ടിയതും കുറെ കുജ്ജു പോയി ചാടിയതും വേറെ ഉണ്ട്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ 2 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചിരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പൊ ഞാനും ഇങ്ങനെ പോയി ചാടാൻ നിക്കണ്ട. അപ്പൊ ഓക്കെ, എന്നാ ബൈ.